ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പം നമ്മളിന്നിവിടെ ഉണ്ടാക്കുന്നത് വീട്ടിലുള്ള പച്ചരി പൊടി കൊണ്ട് ഒരു വെള്ളപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത്. ആ കപ്പിന് 3 കപ്പ് പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുത്തു. ഒരു 1/4 ടീസ്പൂൺ ഈസ്റ്റാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. സ്റ്റീൽ കയ്യിലിന് 3 കയ്യിൽ ചോറിട്ട് കൊടുത്തു. ഈ ടീസ്പൂണിന് 2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തു. ആ കപ്പിന് തന്നെ 2 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. കുറവുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നല്ല കട്ടിയിൽ അരച്ചെടുക്കുക. ഞാൻ തലേ ദിവസം രാത്രി കിടക്കാൻ സമയത്താണ് ഇത് അരച്ച് വെച്ചിട്ടുള്ളത്. 1 മണിക്കൂറൊക്കെ അരച്ച് വെച്ചാൽ ഇതുപോലെ ഉണ്ടാക്കാം. ഞാൻ തലേ ദിവസമാണ് അരച്ച് വെച്ചിട്ടുള്ളത്. അരച്ച് ഈ കട്ടിയിലാണ് ഞാൻ അരച്ചെടുത്തിട്ടുള്ളത്. മഴക്കാലമായതുകൊണ്ട് ഞാൻ ഒരു സ്റ്റീലിൻ്റെ തട്ട് ഗ്യാസുമ്മേ വെച്ചൊന്ന് ചെറിയ ചൂടാക്കിയെടുത്തു. അരച്ച് വെച്ചിട്ട് നല്ല ഒന്ന് ഇളക്കി കൊടുത്ത് ഒക്കെ ഒന്ന് യോജിപ്പിക്കുക. ഈ കട്ടിയിലാണ് അരച്ചെടുക്കേണ്ടത്. എന്നിട്ട് ഞാൻ ഈ സ്റ്റീലിൻ്റെ തട്ടൊന്ന് ചൂടാക്കി നേരെ ചൂടാക്കിയെടുത്തു. അല്ലെങ്കിൽ നേരെ ചുടുവെള്ളത്തിൽ ഇറക്കി വെച്ചാലും മതി. മഴക്കാലം ആയതുകൊണ്ടാണ് പൊടി പൊന്തൂലാന്ന് കരുതിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ അതിൻ്റെ മേലെ വെച്ചു. അങ്ങനെ രാവിലെ ആയപ്പോൾ നല്ല പൊന്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാ പൊടി ഇതുപോലെ പൊന്തി. ഇനി നമുക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് വെള്ളപ്പം ചുട്ടെടുക്കാം. നല്ല സോഫ്റ്റ്, നല്ല അടിപൊളി വെള്ളപ്പമായിരുന്നു. അപ്പോൾ പച്ചരി കുതിർത്ത് ഉഴുന്നൊന്നും ഇട്ട് അരക്കണ്ട. ഇതുപോലെ ചെയ്താൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. അതിലേക്ക് ഞാനൊരു ചട്നിയാണ് ഉണ്ടാക്കിയത്. ഒരു വല്യുള്ളിയും 2-3 തക്കാളിയും വറ്റൽമുളകും മല്ലിച്ചപ്പും കൂടി ഒന്ന് വാട്ടിയെടുത്ത് നല്ല അരച്ചെടുത്ത് കടുക് പൊട്ടിച്ചു. അതിലേക്ക് കറിവേപ്പില ഇട്ടു. നല്ല ടേസ്റ്റിയായൊരു ചട്നിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ. നല്ല മല്ലിച്ചപ്പ് വേണം. മല്ലിച്ചപ്പ് അരക്കണയിലും ഇട്ട് കൊടുക്കാം, കറി വേവുന്ന സമയത്തും ഇട്ട് കൊടുക്കാം. മല്ലിച്ചപ്പും തക്കാളി, വലിയ ഉള്ളി, വറ്റൽമുളക്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.